കണ്ണൂർ ADM ആയിരുന്ന കെ നവീൻ ബാബുവിന്റെ മരണത്തിൽ തുടരന്വേഷണം വേണമെന്ന കുടുംബത്തിന്റെ ഹർജി തള്ളണമെന്ന് പോലീസ്. കേസിൽ സമഗ്രമായ അന്വേഷണം നടന്നുവെന്നും ബോധപൂർവം ചില മൊഴികൾ രേഖപ്പെടുത്തിയില്ല എന്ന നവീൻ ബാബുവിന്റെ കുടുംബത്തിന്റെ വാദം തെറ്റാണെന്നും കോടതിയിൽ നൽകിയ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. കെ നവീൻ ബാബുവിനെതിരെ പ്രതിഭാഗം ഉന്നയിച്ച കൈക്കൂലി ആരോപണം സാധൂകരിക്കുന്ന പരാമർശങ്ങളും ആ റിപ്പോർട്ടിലുണ്ട് എന്നത് ശ്രദ്ധേയമാണ്. അരുൺ പൂപ്രമ്പ കണ്ണൂരിൽ നിന്ന് ചേരുന്ന കൂടുതൽ വിവരങ്ങളുമായി. അരുൺ, ഈ വിഷയത്തിൽ കെ നവീൻ ബാബുവിന്റെ കുടുംബത്തിനൊപ്പമായിരിക്കും സർക്കാർ എന്ന് മന്ത്രിമാരെല്ലാം പറഞ്ഞതാണ്. അതോടൊപ്പം തന്നെ ആ രീതിയിൽ പോലീസിന്റെ ഭാഗത്തും അത്തരം സഹകരണം ഉണ്ടാകും എന്നുകൂടി ഉറപ്പു നൽകുകയാണ്. പക്ഷേ അതേ പോലീസ് പറയുന്നു, ഇപ്പോൾ ഈ റിപ്പോർട്ടിൽ തന്നെ കൃത്യമായി പറയുന്നു, കുടുംബം പറയുന്ന പല ആരോപണങ്ങളിലും അത് നിൽക്കുന്ന വാദങ്ങളല്ല, അത് തെറ്റാണെന്ന് പറഞ്ഞത് തള്ളുന്നു. ഒപ്പം തന്നെ കൈക്കൂലി വാങ്ങി എന്ന് പ്രതിഭാഗമാണ് പറഞ്ഞത്. PPDB അടക്കം ഉള്ള പ്രതിഭാഗം അവർ പറയുന്നതിൽ ചില കാര്യങ്ങൾ വസ്തുതാപരമാണ് എന്നുകൂടി പറയുമ്പോൾ നമ്മൾ ഈ റിപ്പോർട്ടിനെ കുറിച്ച് ഏത് രീതിയിലാണ്, എങ്ങനെയാണ് വിലയിരുത്തേണ്ടത്? പ്രജിൻ, അതായത് നവീൻ ബാബുവിൻ്റെ കുടുംബം ഈ കേസിൽ ഒരു തുടരന്വേഷണം വേണമെന്ന് അവർ ആവശ്യപ്പെടുന്നത്, അല്ലെങ്കിൽ ആ ഹർജിയിൽ ചൂണ്ടിക്കാണിച്ച പ്രധാനപ്പെട്ട കാര്യം, ഈ കേസിൽ കൃത്യമായൊരു അന്വേഷണം ഈ പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ ഭാഗത്ത് നടന്നില്ല. അതിൽ ഈ തെളിവുകൾ, അതോടൊപ്പം തന്നെ ഡിജിറ്റൽ തെളിവുകൾ, ശാസ്ത്രീയമായിട്ടുള്ള മറ്റ് അന്വേഷണ രീതികളൊന്നും ഇതിൽ ഉണ്ടായിട്ടില്ല എന്ന് നവീൻ ബാബുവിൻ്റെ കുടുംബം ചൂണ്ടിക്കാണിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ കുറ്റപത്രത്തിൽ, കണ്ണൂർ കോടതിയിൽ സമർപ്പിച്ചിട്ടുള്ള കുറ്റപത്രത്തിൽ പ്രതിയായിട്ടുള്ള PP ദിവ്യക്ക് രക്ഷപ്പെടാനുള്ള പഴുതുകളാണ് ഏറെയുള്ളത്. അതിൽ ചില മൊഴികളൊക്കെ സ്പെസിഫൈഡായി ആ ഹർജിയിൽ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഒന്നാമത്തേത് ജില്ലാ കളക്ടറുടെ മൊഴിയാണ്. ജില്ലാ കളക്ടറുടെ മൊഴി, ഈ യാത്രയയപ്പിന് ശേഷം നവീൻ ബാബു കളക്ടറുടെ ചേംബറിലെത്തി തനിക്ക് തെറ്റുപറ്റി എന്ന് തുറന്നു പറയുന്ന കാര്യം കളക്ടർ അത് മൊഴിയായി അങ്ങനെ പറഞ്ഞുവെന്ന് കളക്ടർ മൊഴിയായി നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അതിനുശേഷം കളക്ടർ റവന്യൂ മന്ത്രിയെ വിളിച്ച് ഈ കാര്യങ്ങൾ ബോധിപ്പിച്ചു എന്നതാണ് പറയുന്നത്. അതിൻ്റെ CDR വിവരങ്ങൾ ഉൾപ്പെടെ പോലീസ് ശേഖരിക്കുകയും ചെയ്തിട്ടുണ്ട്. അത് ഒന്നാമത്തെ, നവീൻ ബാബു കൈക്കൂലി വാങ്ങിയിട്ടുണ്ട് അല്ലെങ്കിൽ അത്തരത്തിലൊരു സംശയത്തിൻ്റെ നിഴലിൽ നിർത്തുന്ന ഒന്നാമത്തെ മൊഴി അതാണ്. രണ്ടാമത്തേത്, അതുപോലെ തന്നെ ഈ മറ്റൊരു അഴീക്കോട് സ്വദേശിയായിട്ടുള്ള ഒരു പ്രശാന്ത്, പ്രശാന്ത് ഈ ജില്ലാ കളക്ടറേറ്റിലേക്ക്, അതായത് കളക്ടറേറ്റിലേക്ക് എത്തി നവീൻ ബാബു വിളിച്ചതിന് ശേഷമാണ് അവിടെ എത്തിയത്. അതിനുശേഷം ഈ പ്രശാന്ത് PP ദിവ്യയുടെ ബന്ധു കൂടിയാണ്. PP ദിവ്യയുമായി സംസാരിക്കാൻ കഴിയുമോ എന്ന് യാത്രയയപ്പ് ചടങ്ങിന് ശേഷം ഈ പ്രശാന്തിനോട് ചോദിച്ചു എന്നതാണ് ആ മൊഴിയിൽ പറയുന്നത്. ആ മൊഴിയും പോലീസ് കുറ്റപത്രത്തിൽ വിശദമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ യാത്രയയപ്പ് ചടങ്ങിന് ശേഷം ഈ PP ദിവ്യയുമായി എന്തിനാണ് മധ്യസ്ഥം നിൽക്കുന്നത് എന്ന ചോദ്യം അവിടെ അവശേഷിക്കുകയാണ്. കൈക്കൂലി വാങ്ങിയിട്ടാണോ ഈ മധ്യസ്ഥം നിർത്തുന്നത് എന്നൊരു സംശയത്തിൻ്റെ നിഴലിൽ അവിടെയും നിർത്തുകയാണ്. അതോടൊപ്പം തന്നെ മറ്റ് ഈ വിജിലൻസിൽ പരാതി നൽകിയിട്ടുണ്ട്. ഈ സംഭവത്തിനൊക്കെ മുമ്പ് വിവാദ പെട്രോൾ പമ്പ് ഉടമയായിട്ടുള്ള TV പ്രശാന്തൻ വിജിലൻസിൽ പരാതി നൽകിയിട്ടുണ്ട് എന്ന കാര്യം നേരത്തെ ഇവർ വെളിപ്പെടുത്തിയിരുന്നു. ആ വിജിലൻസിൽ പരാതി നൽകിയതിൻ്റെ CCTV ദൃശ്യം ഉണ്ട് എന്നതാണ് പോലീസിൻ്റെ കുറ്റപത്രത്തിൽ പറയുന്നത്. അതോടൊപ്പം ഈ നവീൻ ബാബുവും പ്രശാന്തനും തമ്മിൽ സംസാരിച്ചിട്ടുള്ള CDR വിവരമുണ്ട്. ഈ പള്ളിക്കുന്നിലെ ഈ ക്വാർട്ടേഴ്സിനടുത്ത് വെച്ച് കണ്ടിട്ടുള്ള CCTV ദൃശ്യമുണ്ട്. ഇതെല്ലാം കുറ്റപത്രത്തിൽ പറഞ്ഞിട്ടുള്ള ചൂണ്ടിക്കാണിച്ചിട്ടുള്ള പഴുതുകളാണ്. അതേ പഴുതുകൾ അടങ്ങുന്നതാണ് ഇപ്പോൾ പോലീസ് ഈ ഹർജിയിൽ മേൽ കോടതിയിൽ സമർപ്പിച്ചിട്ടുള്ള റിപ്പോർട്ടിലും ഈ കാര്യങ്ങളെല്ലാം ആവർത്തിക്കുന്നുണ്ട്. ആമുഖമായി ആത്മഹത്യാ പ്രേരണ തെളിയിക്കുന്ന ചില തെളിവുകൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ടെങ്കിൽ പോലും ഈ റിപ്പോർട്ടിൻ്റെ ഉള്ളടക്കം പരിശോധിക്കുമ്പോൾ പൂർണ്ണമായും തന്നെ ഈ നവീൻ ബാബുവിനെ എതിർവശത്ത്, അല്ലെങ്കിൽ നവീൻ ബാബു കൈക്കൂലി വാങ്ങി എന്ന രീതിയിലുള്ള അതിനെ സാധൂകരിക്കുന്ന മൊഴി വിവരങ്ങളും തെളിവുകളുമാണ് അതിൽ. അതായത് പ്രതിഭാഗം എന്ന് പറയുന്നു, അതിനൊപ്പമാണ് പോലീസ് ഉള്ളത്, ആ രീതിയിലുള്ള അന്വേഷണമാണ് നടന്നത് എന്നാണ് വ്യക്തമാകുന്നത്. കുടുംബം പറയുന്ന കാര്യങ്ങളിലൊന്നും വസ്തുതകളില്ല എന്നുകൂടി ഈ റിപ്പോർട്ടിൽ, പോലീസ് തയ്യാറാക്കിയ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അരുൺ പൂപ്രമ്പയാണ് കണ്ണൂരിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.